ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ 2021 ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ബേസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് 400 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് സ്ക്വയർ ആണ്, അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വരും. എ സ്ക്വയർ നമുക്ക് 400 തന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് ഏരിയ എത്രയാ? 400. അതായത് സ്ക്വയറിന് 4 വശങ്ങളാണുള്ളത്. അപ്പോൾ എല്ലാ വശവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ സ്ക്വയർ ആണ് നമ്മുടെ ബേസ് ഏരിയ, അത് 400. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ എന്ന് പറയുന്നത് എന്ത് വരും? √400 വരും. √400 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് ഇപ്പം 4 × 100 എന്ന് എഴുതാം അല്ലേ? അപ്പം 4 നിന്ന് ഒരു 2 പോയി, 100 നിന്ന് ഒരു 10 പോന്നു. രണ്ടെണ്ണത്തിൽ നിന്നാണോ? സ്ക്വയർ റൂട്ടിൻ്റെ പ്രത്യേകതയാണ് രണ്ടെണ്ണം ഒരുപോലെ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ നമുക്ക് പുറത്തെടുക്കാം. അപ്പം 4 നിന്ന് ഒരെണ്ണം പോയി 2 × 2 എന്ന് എഴുതാം. 100നെ 10 × 10 എന്ന് എഴുതി കഴിഞ്ഞാൽ 10 വരും. അപ്പം നമുക്ക് ബേസ് നമുക്ക് കിട്ടി 20 കിട്ടി. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായി. വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ പിരമിഡിൻ്റെ 4 സൈഡ് എന്ന് പറഞ്ഞാൽ ഐസോസലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ പിരമിഡാണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ ഈ സ്ക്വയർ പിരമിഡിൻ്റെ ഓരോ ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ഐസോസലസ് ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ ഈ 4 ഐസോസലസ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആണ് നമുക്ക് ലാറ്ററൽ ഏരിയ എന്ന് പറയുന്നത്. ആ ലാറ്ററൽ ഏരിയ എത്രയാണെന്ന് നമ്മൾ ഫോർമുല പഠിച്ചേക്കണേ. ഇക്വേഷൻ ഫോർമുല പഠിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2AL ആണ്. അതാണ് നമുക്ക് എത്ര തന്നേക്കണേ? 1040 ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2AL എന്ന് പറയുന്ന 1040 തന്നിട്ടുണ്ട്. ആ തന്നേക്കണ വാല്യൂ നമ്മൾ അങ്ങനെ തന്നെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. എ നമുക്കറിയാം 20. ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ എയുടെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 20. അപ്പം 2 × 20 × L അങ്ങനെ തന്നെ എഴുതി 1040 നമ്മൾ എഴുതി. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ എന്താണ്? നമ്മൾ എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ആ എല്ലിൻ്റെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ആൻസർ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ലാറ്ററൽ സർഫസ് ഏരിയ അപ്പം നമുക്ക് എന്ത് കിട്ടി മക്കളെ? 2 × 20 × L എന്ന് പറഞ്ഞാൽ 1040 അല്ലേ? അപ്പോൾ ഇവിടെ ഏത് വരും? L എന്ന് പറഞ്ഞാൽ 1040 ഡിവൈഡഡ് ബൈ നമുക്കൊരു ഇക്വേഷൻ അറിയാം. ഈ 2 × 20 നേരെ എവിടേക്ക് പോകും? ഈ 1040ൻ്റെ താഴേക്ക് പോകും അല്ലേ? ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പോൾ 2 × 20 ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്തെന്ന് എഴുതാം? 40 ആണല്ലോ. അപ്പോൾ 40 വരും. ഇനി L എന്ന് പറഞ്ഞാൽ 1040 ഡിവൈഡഡ് ബൈ 40 ആണ്. അപ്പോൾ നമുക്ക് L എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് രണ്ടും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ഇത് രണ്ടും ക്യാൻസലായി പോയി. അപ്പോൾ 4, അപ്പോൾ നമുക്ക് 24 വരും. 20 കാരണം 4 2 8 24. അപ്പോൾ ഇവിടെ 26 വരും. 26 × 4 ആണ് 104 വരുന്നത്. അപ്പോൾ L സ്ലാൻ ഹൈറ്റ് നമുക്ക് 26 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ ആയല്ലോ? 26 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി രണ്ടാമത്തെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു H ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ L-ഉം H-ഉം A-യും തമ്മിലുള്ള റിലേഷൻ എന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. L² = H² + A/2 ഹോൾ സ്ക്വയർ ആണ് നമ്മുടെ L-ഉം H-ഉം തമ്മിലുള്ള റിലേഷൻ. അത് ഏതാണോ നമ്മുടെ ഫോർമുല തന്നെ ആ ഇക്വേഷൻ അങ്ങ് എഴുതുക. L നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 26. അപ്പോൾ 26ൻ്റെ സ്ക്വയർ വരും. ഇതിനടുത്ത് H നമുക്ക് അറിയണം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. H² കൊടുത്തു പ്ലസ് A നമുക്ക് 20 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 സ്ക്വയർ വരും. A/2 എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 10 വരും. ഇനി ആരെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഈ H-നെ അല്ലേ? അപ്പോൾ ആ H² അവിടെ നിർത്തി. ഇത് നേരെ ഇപ്പുറത്തേക്ക് പോയി. 26ൻ്റെ സ്ക്വയർ - 10 സ്ക്വയർ ആയി നമ്മുടെ ആൻസർ. ഇനി ഇവിടെ നോക്കാം. അപ്പോൾ ഈ 26ൻ്റെ സ്ക്വയർ എത്ര? 26 × 26 എന്ന് പറഞ്ഞാൽ 676 വരും. -10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 അല്ലേ? 100 വരും. 676 എന്ന് കുറച്ച് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 576 വരും. 576 വരും. അപ്പം H എന്ന് പറയുന്നത് √576, അതായത് 24 കിട്ടും. അപ്പം നമുക്ക് രണ്ടാമത്തിൻ്റെ ആൻസർ ആയില്ലേ? ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് ആയില്ലേ? ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ TSA എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ഏരിയ A² + 2AL ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. A² നമുക്ക് തന്നിട്ടുണ്ട്. A ഓൾറെഡി 20. അപ്പോൾ A² എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 400, അതായത് 20ൻ്റെ സ്ക്വയർ. ഇനി ഈക്വൽ ടു പ്ലസ് ഇത് എത്ര തന്നിട്ടുണ്ട്? 1040 നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ 400 + 1040 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ്? 1440
cm² ആയിരിക്കും നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലാസോറ എന്ന ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അത് നമുക്ക് എടുത്ത ഒരു ചാപ്റ്റർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എക്സസൈസ് കണ്ടുപഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മാക്സിമം കുട്ടികൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.